TX നോക്കുമ്പോഴത്തേക്ക് TX-ൽ ഡിസ്ട്രക്ഷൻ അഡ്മിൻ നടക്കുന്നത്. എന്തോ ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ മാർക്കോ. ചെക്ക് ചെയ്ത് നോക്കിയിട്ട് എന്നോട് പറയും. അപ്ഡേറ്റ് പിന്നെ പിന്നെ ആപ്ലിക്കേഷനകത്ത് അവസാനമായിട്ടൊരു ഗ്യാങ് ഇല്ല, അവർക്ക് പുതിയ പ്ലേസ് എന്തോ ആണ് അവരുടെ നമ്മൾ പറഞ്ഞേക്കുന്ന 20 hours പ്ലേ ടൈം ഇല്ല. ആപ്ലിക്കേഷൻ കിടന്നോട്ടെ. അവർക്ക് 1 week ടൈം ഉണ്ടല്ലോ. ആപ്ലിക്കേഷൻ മീൻസ് മോണിറ്ററിംഗ് പീരീഡ് ഉണ്ടല്ലോ. ആ മോണിറ്ററിംഗ് പീരീഡിൽ അവേഴ്സ് കംപ്ലീറ്റ് ചെയ്താൽ മതി, ഇഷ്യൂ ഇല്ല. മനസ്സിലായോ? 20 hours അവർ ഗ്യാങ് ആയിട്ട് അവർക്ക് ഗ്യാങ്ങിൽ റോള് നമ്മൾ കൊടുക്കണമെങ്കിലാണ് അവർക്ക് ആ 20 hours കംപ്ലീറ്റ് ചെയ്യേണ്ടത്. പിടികിട്ടിയോ? മനസ്സിലായോ? ആപ്ലിക്കേഷൻ സമയത്ത് വേണ്ട. കാരണം ഇപ്പോൾ ഒരു പുതിയൊരു വേറെ സർവറുകളിലേക്ക് ഗ്യാങ് ഇവിടെ വന്നാൽ അവർക്ക് പ്ലേ ടൈം കാണുമോ? കാണത്തില്ല. അപ്പോൾ അവർ മോണിറ്ററിംഗ് പീരീഡ് കഴിയട്ടെ. മോണിറ്ററിംഗ് പീരീഡ് കഴിഞ്ഞിട്ട് ഇവർ ഗ്യാങ് ആയെന്ന് ഇരിക്കട്ടെ. ഇവർ ഗ്യാങ് ആയിട്ട് അവരുടെ ഗ്യാങ്ങിൽ 10 പേർക്ക് മാത്രമേ 20 hours ഉള്ളെങ്കിൽ ആ ഗ്യാങ്ങിൽ 10 പേർക്ക് മാത്രമേ ഗ്യാങ് റോള് കിട്ടത്തുള്ളൂ. മനസ്സിലായോ? ബാക്കി ലിസ്റ്റിലുള്ളവർക്ക് റോള് വേണമെങ്കിൽ 20 hours കംപ്ലീറ്റ് ചെയ്യണം. മനസ്സിലായോ? അതേപോലെയുള്ള ഈ ഗ്യാങ്ങിലുള്ള എല്ലാ മെമ്പേഴ്സിൻ്റെയും പ്ലേ ടൈം ഇടാറ്. കാരണം ഇവിടെ ഒരുപാട് ഇതിന് മുന്നേ കളിച്ച പ്ലേയേഴ്സ് ഒരുപാടുണ്ടാവും. അതുകൊണ്ട് 20 hours സ്കിപ്പ് ആകാൻ പാടില്ല. അവരുടെ പ്ലേ ടൈം നോട്ട് ചെയ്ത് വെച്ചിരിക്കണം. മോണിറ്ററിംഗ് പീരീഡിൻ്റെ എൻഡിൽ എത്രയാണ് ബാക്കി അവരുടെ പ്ലേ ടൈം ചെക്ക് ചെയ്യണം. ഇതിപ്പോൾ വന്നേക്കുന്ന അറിയാം, വാൽഹല്ല അല്ലേ? വാൽഹല്ല, റാംബോ ലീഡർ, രാജീവ് ഭായി, അപ്പാപ്പന്, അംബാന്, ചാപ്സ്, ഷിബു, DNL, സ്പീഡോ, ബോബി, കൂപ്പർ, ബുള്ള്, വാൽപ്രോ. ലൈവ് ആണേ, സൗണ്ട് ഉണ്ടേ. ഒന്നും അറിയാതെ പോലെ പറയല്ലേ. അടുത്ത കോൺട്രവേഴ്സി വയ്യ എനിക്ക്. ബുള്ള്, വാൽപ്രോ, CK വാരി, ജാസി, റയാന്, കരിമീന്, റൊസാരിയോ, ഗെറ്റോ, തുരുമ്പ്, സൈക്ക് അല്ലേ? അതാണ് വാൽഹല്ല. എത്ര ആപ്ലിക്കേഷൻ വന്നു? 1 2 3 8 അല്ലേ? ഓക്കെ. ഇതിൻ്റെ അകത്ത് മറ്റേ മാഫിയ എന്ന് പറയുന്നവർ അപ്ലൈ ചെയ്തില്ല. അവർ അപ്ലൈ ചെയ്താണല്ലേ പ്രതീക്ഷിച്ചേ? അപ്ലൈ ചെയ്തില്ല. അവർക്ക് കഴിഞ്ഞ തവണ നമ്മൾ ഡിലീറ്റ് ചെയ്ത് വിട്ടായിരുന്നു അവരുടെ ആപ്ലിക്കേഷൻ. അതൊന്നും അവർക്ക് പാസ്പോർട്ട് ഇല്ലായിരുന്നു കുറെ പേർക്ക്, അതിന്റെ പേരിൽ. കാറ്റാടി സിൻഡിക്കേറ്റ് അത് നോക്കണ്ട കേട്ടോ. പാസ്പോർട്ട് ഇല്ലെങ്കിൽ അപ്ലൈ ചെയ്ത് പാസ്പോർട്ട് വാങ്ങാൻ പറഞ്ഞാൽ മതി. നമ്മൾ തിങ്കളാഴ്ച തൊട്ട് മോണിറ്ററിംഗ് പീരീഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വിത്തിൻ മൺഡേ പാസ്പോർട്ട്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ. പിന്നെ ഗ്യാങ് ആപ്ലിക്കേഷൻ ഇട്ടിട്ട് അതിൽ പാസ്പോർട്ട് ഇല്ലാത്തവർക്ക് വേണമെങ്കിൽ ഇതിലൊരു പാസ്പോർട്ട് വെച്ചിട്ട് സ്പീഡ് മറ്റേ ഫാസ്റ്റ് ട്രാക്ക് പ്രോസസ്സ് കൊടുക്കുക. ഈ ഫാസ്റ്റ് ട്രാക്ക് കൊള്ളാലോ കോൺസെപ്റ്റ്. വായി പെട്ടെന്ന് വന്നാണെങ്കിൽ സാധനം കൊള്ളാല്ലേ? അത് കൊള്ളാല്ലേ ഫാസ്റ്റ് ട്രാക്ക്. നോർമൽ പ്രൊസീജിയർ വഴി വൈറ്റ് ലിസ്റ്റ് എടുക്കേണ്ടവർക്ക് എടുക്കാം. അല്ലെങ്കിൽ 199 രൂപ ഫാസ്റ്റ് ട്രാക്കിന്. എങ്ങനെ പെട്ടെന്നാണ് ഐഡിയാസ് ക്ലിക്ക് ആകുന്നത്. എന്നെ പ്രാഗി കൊല്ലും കേട്ടാ. ഇതൊക്കെ കൊണ്ടാന്ന് തോന്നുന്നു കേട്ടോ ഞാൻ കിടന്നു പോകുന്നത്, വയറ്റിളൊക്കെ പിടിച്ച് കിടക്കുന്നത്, പനി പിടിച്ച് കിടക്കുന്നതൊക്കെ. ഇതില് അവരുടെ വൈറ്റ് ഡിലീറ്റ് മാഫിയ കിടപ്പുണ്ടല്ലോ. ടോക്കിയോ മുഹമ്മദ് അലിയാണോ മാഫിയയിൽ ഇട്ടേക്കുന്നത്? അറിയാം. അതിലുള്ളവർക്ക് ഒരു കാര്യം ചെയ്യും. അവൻ പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ഓൾറെഡി അപ്പോളജൈസ് ചെയ്ത് അവൻ്റെ തെറ്റ് അക്സെപ്റ്റ് ചെയ്തിട്ട് എന്താ മറ്റേ ഇതിൻ്റെ അകത്ത് ജനറൽ ചാറ്റിൻ്റെ അകത്ത് അപ്പോളജി ഇട്ടിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജനറൽ ചാറ്റിൽ അവൻ്റെ അപ്പോളജി ഉണ്ടോ എന്ന് നോക്ക്, ചിലപ്പോൾ ഡിലീറ്റ് ആയി പോയി കാണും. എന്നിട്ട് അവൻ 3 മാസത്തോളം ഇവിടെ EVXൽ കളിക്കുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. മനസ്സിലായോ? അതിനുശേഷമാണ് അവന് വീണ്ടും AKMന്റെ കേസ് ബാൻ ആയെന്ന് പറഞ്ഞു. ഒരു കാര്യം ചെയ്യ്, AKMന്റെ കേസിൽ ബാൻ്റെ കേസ് നമുക്ക് നോക്കാം. മുഹമ്മദ് അലി, ജോൺ ദുരൈ, അശ്വന്ത് 4 5 6 നമ്മളിപ്പം മാഫിയക്ക് സ്ലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ടോക്കിയോന്ന് 6 പ്ലേസ് പോവും കേട്ടോ. ഒരു കാര്യം ചെയ്യ്, മുഹമ്മദ് അലിയോട് പറ, നമ്മൾ അന്ന് ഇവരുടെ ആപ്ലിക്കേഷൻ റിജക്ട് ചെയ്ത് വിട്ടിരുന്നേ, നമ്മൾ എടുക്കുന്നില്ലായിരുന്നു. അപ്പം മുഹമ്മദ് അലിയോട് പറ, അവർ മാഫിയായിട്ട് അവർ കളിക്കുന്നുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ ഒന്നുകൂടി ഇടാൻ പറ. ഇവർക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കി കൊടുക്കുക കേട്ടോ. ഒരു സ്പെഷ്യൽ കൺസിഡറേഷൻ. കഴിഞ്ഞ അവിടെ ഇട്ടിട്ട് നമ്മൾ റിജക്ട് ചെയ്ത് വിട്ടല്ലേ. മറ്റവർക്ക് നമ്മൾ എന്തായാലും അവസരം കൊടുത്തല്ലോ. ഇതെന്താ റിജക്റ്റ് ആയേ? LX അതിപ്പിട്ടുണ്ട്, ഇട്ടിട്ടുണ്ട് മറ്റേ ഈസി എൽ ക്ലാസിക്കോ. ഇത് അവര് തന്നെ. ഓ ഇതാന്ന് അവര് ഇട്ടിട്ടുണ്ട് അവര്. ഓക്കെ. ഹലോ മാരി ആറി ബാബു തീർച്ചയായും വലിയ സെൻപൈ കക്കാശി ഓക്കെ.
ഓക്കെ അവരോട് അപ്പോൾ ഒരു കാര്യം ചെയ്യും ഇനി മാഫിയക്കും കൂടെ അവരെ വിളിച്ചിട്ട് അവരോട് പറഞ്ഞത് ഇതിൻ്റെ അത് ലീഡർ ആരാ റെയ്മിസ്റ്റീരിയോയോ അജിത്ത് അവരുടെ കോഡിട്ടുണ്ട് ഫോഡൻ ലെവിയോ അവനെ കോൺടാക്ട് ചെയ്തിട്ട് പറഞ്ഞേര് അവർക്ക് ആപ്ലിക്കേഷൻ ഇടണമെങ്കിൽ മാഫിയായിട്ട് ആപ്ലിക്കേഷൻ ഇട്ടോളാൻ പറ. അവർക്ക് ടൈം പീരീഡ് നാളെ സൺഡേ കംപ്ലീറ്റ് ആകുന്ന പറയുമ്പോൾ അവർക്ക് ടൈമുണ്ട്. ഓക്കെ, അതിനുള്ളിൽ ആപ്ലിക്കേഷൻ ആകാൻ പറ. അവർക്ക് ആപ്ലിക്കേഷൻ വേണ്ടപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പൺ ആക്കി കൊടുക്കുക ചാനൽ. ഓക്കെ, ഇപ്പം അതിൻ്റെ ഒരു കുറവ് വേണ്ട അല്ലേ? നമ്മൾ കഴിഞ്ഞ വേണം കത്തിച്ച് വിട്ടേരെ. അപ്പോൾ ഇനി അടുത്ത ഏതാന്ന് നോക്കട്ടെ. രണ്ടാമത്തെ ഗ്യാങ് ഏതാ? IG സെഡ്. ഇവര് തിരിച്ചു വന്നോ? ഇവര് മറ്റേ K15 കയറി കളിച്ചിട്ട് അവര് തല്ലിപ്പിരിഞ്ഞു എല്ലാരും. അല്ല തല്ലിപ്പിടിഞ്ഞല്ല, K51 ഫുള്ള് ഇനാക്റ്റീവ് നിർത്തിയായിരുന്നല്ലോ. നിർത്തി. ഇത് വേറെ പുതിയ പ്ലേയേഴ്സ് ആണ്. K15 പറഞ്ഞപ്പോ മാർക്കോക്ക് പൊള്ളി. അയ്യോ ഞാൻ പറഞ്ഞു, എനിക്കറിയാതെ നീ ശരിക്കും K15 ആയിരുന്നോ അതോ IG സെഡ് ആയിരുന്നു? IG സെഡ്. ഓ, അപ്പൊ നീയാണ് ഇവരെ കൊണ്ട് ആപ്ലിക്കേഷൻ ഇട്ടല്ലേ? ഇത് റിജക്ട് ചെയ്. വേണ്ട ഇവിടുത്തെ പോയ ഗ്യാങ് ഒന്നും ആവശ്യമില്ല നമുക്ക്. റിജക്ട് ചെയ്തേര്. ഇത് റിജക്ട്. ആപ്ലിക്കേഷൻ വെട്ടിട്ടുണ്ട് കേട്ടോ. രണ്ടു വട്ടം ഗ്യാങ് ആയവരവര്. 2 വട്ടം ഡിസ്മാൻഡിൽ ആയത്. വേണ്ട ഇനി വേണ്ട. 2 വട്ടാ? ആ, ഒന്ന് IG സെഡ് ആയിട്ട് ഒന്ന് K15 ആയിട്ട് കേട്ടോ. 2 വട്ടം ഡിസ്മാൻഡിൽ വന്നിട്ടുണ്ടല്ലോ. DNA ഉണ്ട്, 2 ഉണ്ട്. വെറുതെ പറഞ്ഞു ചേട്ടാ. മോണിറ്ററിംഗ് ചെക്ക് ചെയ്തിട്ട് ഇവരുടെ പ്ലെയർ ലിസ്റ്റ് A to Z ചെക്ക് ചെയ്യണം. ഇവരെല്ലാരും അതായത് ഇത്രേ ഉള്ളൂ. ഇവിടെ മുന്നേ കളിച്ച എല്ലാ ഗ്യാങ്ങിന്റെയും പ്ലേ ടൈം സെപ്പറേറ്റ് നോട്ട് ചെയ്ത് വേറെ ചാനലിൽ നോട്ട് ചെയ്ത് വെച്ചേക്കണം. മോണിറ്ററിംഗ് പീരീഡിലുള്ള എന്നിട്ട് അവർക്ക് റോൾ ഇൻ ഗെയിം കൊടുത്താൽ മതി. മനസ്സിലായോ? അപ്പോൾ ഒരു ഗുണമുണ്ട്. ഇൻ ഗെയിം റോൾ കൊടുക്കുമ്പോൾ പ്ലേ ടൈം നോട്ട് ചെയ്താൽ മതി. ഓക്കെ, ഇപ്പോൾ തിങ്കളാഴ്ചയാണ് റോൾ കൊടുക്കുന്നതെങ്കിൽ കൊടുക്കുന്ന അനുസരിച്ചിട്ട് നോട്ട് ചെയ്ത് പോവുക പ്ലേ ടൈം. ഓരോ ഗ്യാങ് ബൈ ഗ്യാങ് നോട്ട് ചെയ്ത് പോവുക. നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. കാരണം അത് കഴിഞ്ഞാൽ 20 മണിക്കൂർ ഇവർ സർവർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് അറിയത്തുള്ളൂ. ഈ തവണ ആക്ടിവിറ്റി സ്ട്രിക്റ്റ് ആയിട്ട് മോണിറ്റർ ചെയ്യണം. അതിലൊരു വിട്ടുവീഴ്ചയും വേണ്ട. ഇവരാരൊക്കെയാ? ടൈഗർ വർമ്മ, സെയ്ത്, സലാറൊക്കെ ഉണ്ടല്ലോ. സൂണൻ, നോവ, റയൻ വില്യംസ്, എഡ്ഡി, ജോൺ ഖുറേഷി, തങ്കൻ, കമലൻ, നിക്ക്, കൈസൻ, അശോകൻ, വിക്കി, ക്രിപ്റ്റോ, കിറ്റ്കാറ്റ്, ജെറിനിക്സ്, ബെന്ന്, ഫാസ്റ്റ്, കടുവ പ്രസാദ്, സുനിമോൻ, തൃക്കവടൂർ, ശിവരാജ്, പാബ്ലോ, ജെറിരാജ്, മണവാളൻ, മുത്തുപ്പാണ്ടി, സ്റ്റാലിൻ, ഡെക്സ്, ക്രൂസ്, ജോർജ്, എറിക് ഗില്ല്, ജോൺ കുരിശങ്കർ. IT ആവോടേ? അവസാനം അന്നത്തെ പോലെ ആവോ ഇനി? എന്തായാലും മോണിറ്ററിങ് ഇത് കഴിഞ്ഞാലും എല്ലാ ഗ്യാങ്ങിൻ്റെ മോണിറ്ററിങ് പ്രോപ്പറായിട്ട് മോണിറ്റർ ചെയ്യണം കേട്ടോ. എല്ലാ മന്തിലും അല്ലെങ്കിൽ എല്ലാ 2 weeks വൺസ് അവരുടെ ഇത് റീസെറ്റ് ചെയ്ത് വേഗം വേണം. അല്ല, എല്ലാ മന്തിൽ റീസെറ്റ് ചെയ്താൽ മതി ലോയൽറ്റി പോയിന്റ്. ഗ്യാങ് നെയിം എൽ ക്ലാസിക്കോ, ഈസി. ഈ റേഡിയോ ഒക്കെ ഉള്ളതാണോ? കാണുമായിരിക്കുമല്ലേ? ആരും എടുക്കാത്തതായിരിക്കും. പറഞ്ഞോട്ടെ, MG3 ഒരു ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ, അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞോ? അത് ഡിലീറ്റ് ചെയ്ത് അവര് തന്നെ ഡിലീറ്റ് ചെയ്തോ? ആണോ? എന്ത് പറ്റി? ഓക്കെ, ഇതെന്താ? യൊറൂച്ചി ആറി 2 മ്യൂച്വൽ സെർവർ. പാസ്പോർട്ട് ഇല്ലടാ ഇവന്. പാസ്പോർട്ട് ഉണ്ട്. യൊറൂച്ചി ബാബ, അലിബാബ, ഹൈദ്രു. ഇവൻ സെർവറിലേ ഇല്ലേ? അതോ ബാനാന്നോ? ഇനി ബാനാന്ന് തോന്നുന്നു കേട്ടോ. ബാനാ കേട്ടോ. DP പോയി നാട്ടാമ അത് തന്നെ. ഇത് ബാനാ. ലംബോ കിസ, തല റോസ, DP പോയി ഹോമസാബ്, ഇതാരൊക്കെയത്? കെനി, ബില്ലി, അജി, ഷിബു, സ്റ്റാർക്ക്, മാർലോ, ഡോണ്ട, കുഞ്ഞപ്പൻ, ടോബി, കോട്ടർ, തായിലങ്ങോ. എന്താ ഇത്? അവന്മാരുടെ ചരിത്രം ഒന്ന് എടുക്കണമല്ലോ. ഇതിൽ ബാങ്ക് കിട്ടിയവരുടെ ഇത് ഈ ഡീറ്റെയിൽസ് ഒന്ന് തപ്പിയെടുക്കുക. ഈ DP ബോയ്ക്കും കിസയ്ക്കും ഒക്കെ എന്തിനാ ബാൻ കൊടുത്തതെന്ന് ചെക്ക് ചെയ്ത് നോക്ക് കേട്ടോ. ഇതൊരു ഹാക്ക് ഇഷ്യൂ ഉണ്ടായിരുന്നു ഇവരുടെ. അത് ചെക്ക് ചെയ്യണം. ഡബിൾ ചെക്ക് ചെയ്തിട്ട് കൺഫേം ചെയ്താൽ മതി കേട്ടോ. ശിവ, സ്റ്റാർക്ക്, ഫ്ലോറിൻ, റെഡ്സ്, ഡോണ്ട, കുഞ്ഞപ്പൻ, ടോബി മാഷ്, ടൈലങ്, ബ്രാഡ് വില്യംസ്, ജെയിൻ, ബെയിന്,
നിയോ ആൻഡർസൺ, ഡാർക്കി ദാസ്, സൈമൺ റൈലി, വോട്ടക്സ്റ്റോഡ്, നിക് സാർ, മാക്സ്വെല്, റാപ്പൻ. റാപ്പനൊക്കെ ഉണ്ടല്ലോ. റിയോ, നിഞ്ച, തോമസാപ്പ്, എലൻ നോവ, ഡി പി ബോയ്, കിസ, നാട്ടാമ, ലംബോ, തല, റോസ. ചേർത്തടാ എന്ത് പറ്റി? വരുന്നു. ബ്രാവോ. പറ ചേർത്തടാ. മേക്കാക്കമില്ലോ കളിക്കാം വാടാ. നോ പറയാൻ പറ്റത്തില്ല. ഞാൻ വരാം. ഇപ്പൊ വരാം. ഞാനൊരു കാര്യം ചെയ്തോണ്ടിരിക്കാം. മറ്റേ പുതിയ ഗ്യാങ്ങിന്റെ മോട്ടറിങ്ങിന്റെ കാര്യം ഒന്ന് പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്തിട്ട് വരുന്നു കേട്ടോ. തീർത്തിട്ട് വരാം. അല്ല എനിക്ക് അവിടെ ആ വി സി പോയാൽ അത് പറയാൻ വേഗം 10 മിനിറ്റ് പോയിട്ട് വരാം. എല്ലാ യാങ്സിനും പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യണം. പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാം കേട്ടോ. അതിനായിരുന്നു കേൾക്കാൻ വലിയ കളി. കേക്കാവോ? ഹലോ, ഓക്കെ. ഇനി എന്തുവാ? കെന്നി, കോലർ, ബാബ, ഹൈദർ, സഫീരൻ. ഓക്കെ. തോമസ് ആപ്പ്. അടുത്തേരാ? റൂത്ത്ലെസ്, ബ്ലഡ് ഹൗണ്ട് 7, RB 7. ഇവർ ഈ കളറൊന്നും ഇവർക്ക് കിട്ടത്തില്ലെന്നുള്ള കാര്യം അവർക്ക് അറിയാതിരിക്കുമല്ലോ അല്ലേ? പറഞ്ഞായിരുന്നല്ലോ. കളറൊക്കെ അവർക്ക് ഇടാം, പക്ഷെ ഇവിടെ ഉള്ള കളറെ കൊടുക്കാൻ പറ്റത്തുള്ളൂ. വീട് ബർഗുണ്ടിയാ? ഏത് കുണ്ടി? ബർഗുണ്ടി, ഗോൾഡ്, വൈറ്റ്, ബ്ലാക്ക്. ഡീപ്പ്, ഡാർക്ക് ഗ്രീന്, അക്വാ ഗ്രീന്, വൈറ്റ്, ബ്ലാക്ക്, യെല്ലോ. 5 കളറാ. ആ ബർഗുണ്ടി ഇട്ടവരാരാടാ? ബർഗുണ്ടി ഇട്ടാരാ? അയ്യോ, പുള്ളിക്ക് കളർ മാറിപ്പോയത് കേട്ടോ. വല്ല മെറൂണതോ വല്ല ഇടാൻ ഉദ്ദേശിച്ചായിരിക്കും. ബെറുകുണ്ടിയോ? എന്താണ് ബെറുകുണ്ടി? നോക്കട്ടെ. ബെറുകുണ്ടി കളർ എന്താ നോക്കട്ടെ ആദ്യമേ. ബെറുകുണ്ടിയോ? പെയിന്റോ? എടാ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇതെന്തുവാന്ന് മനസ്സിലായത്? ഇത് സംഭവം എന്താ മനസ്സിലായത്? ഞാൻ പറഞ്ഞുതരാം. ഇതെന്തുവാന്ന് മനസ്സിലായത് നിനക്ക്? ഇത് വളരെ വളരെ ബുദ്ധിപൂർവം പുള്ളി ചെയ്യാൻ നോക്കൊരു കാര്യം അത്. ബെറുകുണ്ടി എന്താന്ന് മനസ്സിലായത്? നോക്കി. ബെറുകുണ്ടി റെഡ് ചോദിച്ചപ്പോ ഒരുപാട് ഗ്യാങ്ങുണ്ട്, നടക്കൂല, കിട്ടൂല എന്ന് പറഞ്ഞതിന്റെ പേരില് റെഡ് അല്ലല്ലോ, ബെറുകുണ്ടി അല്ലേ? അമ്പട കള്ള സണ്ണിക്കുട്ട. കിടന്നോട്ടെ. ബെറുകുണ്ടി, ഗോൾഡ്, വൈറ്റ്, ബ്ലാക്ക്. ഓക്കെ. നമ്മൾ എവിടാ നിർത്തിയത്? ഏത് ഗ്യാങ്ങായിരുന്നത്? റൂത്ത്ലെസ്. ആർക്കം ഡേവിഡ്, ഡാനി അലക്സാണ്ടർ, ബ്ലേഡ് വിക്കി, വെട്രി ജോണ്, ആർക്കം മിക്കായൽ, താർത്തർ ഫെലിക്സ്, ജോസഫ് റോസ്റ്റി, ആർക്കം ജയൻ, എവർട്ടോൺ, ലൂയി മാക്സ്, റേസോയി, വാനിക്സ് നമ്മുടെ പഴയ വാനിക്സ് ആണ് ഇത്. പോക്കറി ഭാസ്കർ, ലൂഫി മോൻ, ക്രിസ്റ്റി ജോൺ, സാഗൻ, ബാസി കുര്യൻ, ദേവൂട്ടൻ, പീറ്റർ മഞ്ഞാടി, ഹെൻഡ്രിക്സ്, കർഷൻകുട്ടി, കൈസക്ബർഗ്, ഐരൻ നേസി, ബില്ലി വടക്കൻ, ടിം ബാറ്റ്ഫോർഡ്. DNA നമ്മുടെ പഴയ DNA അല്ലേ? അവരുടെ ബാൻ ലിസ്റ്റ് മാറ്റി കൊടുത്തായിരുന്നല്ലോ. ഇത് ANB, പഴയ ANB. ഇവരുടെയൊക്കെ നോട്ട് ചെയ്തോണം പ്ലേറ്റ്, മറന്നു വരുത് കേട്ടാ. റേസസ് 7, റേസ് അസ്. ഇത് റേസ് അസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓ ഓ ഓ ഇത് ശരിക്കും RAZDക്ക് പകരം RAC ആണെങ്കിൽ ഒന്ന് വായിച്ചു നോക്കി. റേസസ് മനസ്സിലായോ? സൂസോ? ഓ റാസൂസ് എന്നും വായിക്കാം അല്ലേ? റസൂസ് എന്നും വായിക്കാം. ഇത് റേസ് അസ് എന്നും വായിക്കാം. ഇത് എങ്ങനെ വേണേലും വായിക്കാം അല്ലേ? റാസൂസ് എന്നായിരുന്നു കേട്ടത്. ഇത് പക്ഷേ റാസൂസ് അല്ല, ഇത് ഹിഡൻ. ഇതിന്റെ ശരിക്കുള്ള ഹിഡൻ അർത്ഥം റേസസ് എന്നാണ്. മനസ്സിലായോ? അവരെ തോൽപ്പിക്കാനാണ് പറയുന്നത്. മനസ്സിലായോ നിങ്ങൾക്ക്?
അവരെ തോൽപ്പിക്കൂ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആരായിട്ടുള്ള റേസാണിത്? നമ്മൾ അങ്ങനെ ഡീകോഡ് ചെയ്തത് ആരായിട്ടുള്ള റേസാണ്? മറ്റേ അവരുടെ സെക്കൻഡ് ഗാങ്ങിന്റെ ആയിരിക്കും. എടാ ലൈവാ താറി, ഇവരോട് പറഞ്ഞില്ലായിരുന്നോ ലൈവാന്നുള്ള കാര്യം മാർക്കോ? അറിഞ്ഞില്ല. ലൈവ് സീറോ. ഓക്സി നീ എന്തോ ഈ പറയുന്നേ? നിനക്ക് നേച്ചർ ഒരു ദിവസം സസ്പെൻഷൻ കേട്ടോ. ഇന്ന് നീ സസ്പെൻഡഡ് ആണ് 1 മണിക്കൂറത്തേക്ക്. ഓക്കെ, നിന്റെ ശക്തിയിൽ നിന്ന് ഞാൻ വിമോപിച്ച് അതിന്റെ എന്തുവാടാ പറയുന്നേ? ഒരു കാര്യം പറയലേടാ അതിന് വിക്ഷേപിച്ച് അല്ലല്ല, അതിന്റെ കറക്റ്റ് മലയാളം എനിക്ക് കിട്ടുന്നില്ല. പോട്ടെ, അതിന് ജയിച്ചിട്ടുണ്ടാന്നോ കൊണ്ടുപോയി. ഒന്നുമില്ല ഗൈസ്, ഇത് റസൂസ് എന്നാണ് അവര് പേരിട്ടിരിക്കുന്നത്. നമുക്കിത് റൈസസ് എന്നും പറഞ്ഞും വായിക്കാം. എന്തോ ഞാനിങ്ങനെ ഹിഡൻ മീനിങ് ഒക്കെ കണ്ടുപിടിക്കുന്നത് ഭയങ്കര ഇതാന്നത് ഡിവോഴ്സ് ചെയ്തത് മോചിപ്പിച്ചിരിക്കുന്നു. ഓക്കെ ഓക്സി, നിന്റെ സസ്പെൻഷൻ കഴിഞ്ഞേട്ടോ. 1 മിനിറ്റ് കഴിഞ്ഞേ ഇനി വീട്ടുമായിരിക്കും. ബർഗണ്ടി ഗോൾഡ് വൈറ്റ് 67, ഷെയ്ഖ് നുമാൻ, മിന്നൽ മാക്ക്, കുറുപ്പിടന്നി, ബിലാൽ, സൈമാലിക്ക്, ജോക്കർ ജെയിൻ, അലക്സ് ടെവോർ, ചരൺ, കിഡു, സെൻഡെക്സ് ടെവോർ. ഇവർ അനിയന്മാരാ അലക്സും സെൻഡെക്സും? അല്ല, ഡിവോർ 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 ഡൊമിനിക് ഡുവോർ. ദഗോഡ്, ഫ്ലഫി, പപ്പടം വിനീത്, വിപ്സി, പ്രണവ്, നോക്കിയ, ബ്ലേക്ക്, ജോഷുവ, ചാൽ ഡേവിഡ്സ്, ഇക്കുറു, സക്കായ്, ടക്കായ്. ഇതിൽ ആർക്കും ഒരാൾക്ക് അണ്ടർഏജ് ആയിരുന്നല്ലോ. ആരായിരുന്നത്? നോക്കണേ. അതേപോലെ ഇതിൻ്റെ അകത്ത് ഇത് അണ്ടർഏജ് ആണ് ഇവൻ. ഏതാ? കരിമീൻ കേട്ടോ. ഇവൻ അണ്ടർഏജാ. ചെക്ക് ചെയ്തേക്കണം. ചെക്ക് ചെയ്തിട്ട് കൺഫേം ചെയ്ത. കാരണം ഇവന്റെ കൂടെ പഠിച്ച ഒരുത്തം വന്നാ കംപ്ലൈന്റ് ചെയ്ത്. അവസ്ഥ നോക്കണേ, ഓരോരോ അവസ്ഥ നോക്കണേ. അതായത് ഇവിടെ ഏതൊരു ഗ്യാങ് കളിക്കുന്ന ഒരാള് ഇവന്റെ കൂടെ പഠിക്കുന്ന എടുത്തരാ. അവൻ അണ്ടർ ഏജിന് നമ്മള് എടുത്ത് കളഞ്ഞ്. അപ്പൊ അവൻ വന്നിട്ട് പറഞ്ഞു ഇവൻ എന്റെ കൂടെ പഠിക്കുന്നവനാ, ഇവൻ അണ്ടർ ഏജാണ്, ഇവന് 17 വയസ്സേ ഉള്ളത്. ഇത് ചെക്ക് ചെയ്തേക്കണം കേട്ടോ. അതേപോലെ ബാക്കിയുള്ള ഈ ഗ്യാങ്ങുകളിൽ എല്ലാത്തിലും ചെക്ക് ചെയ്തേക്കണം അണ്ടർ ഏജ്. ഡബിൾ കൺഫർമേഷൻ എടുത്തിട്ട് കളിപ്പിച്ചാൽ മതി കേട്ടോ. മറന്നു പോരുത്. ഇതിൽ ആരോ ഒരാള് അണ്ടർ ഏജ് ചെക്ക് ചെയ്താണ്. ഇസ്മായിൽ റെക്സ്, അലൻ ഫ്രോസ്റ്റ്. ഓക്കെ, സത്യം പറഞ്ഞ എംആർജിയുടെ മിക്കവരും ഈ ഇതിലല്ലേ കൂടുതലുള്ളേ, അവരുടെ മീൻസ് PvP പ്ലേയേഴ്സ് കൂടുതലും. ജോഷ ചരണ അല്ലേ നോക്കി. കുറുപ്പ്, മാലിക്, ഇതാര്, ജോക്കർ ജെയിൻ ആരാ? പുതിയ പ്ലെയറാ ആണോ? ബ്ലേക്ക്, ജോഷ, ചാൾസ്. ഓക്കെ ഓക്കെ, ട്രൂ ഫ്രണ്ട് എന്ന് ട്രൂ ഫ്രണ്ട് എന്ന് ഊപിപ്പിച്ച്. സത്യം അവനെ വലിപ്പിച്ച്. കൂടെ പഠിച്ച വിസ്റ്റം ആൻഡ് മിന്നൽ. വിസ്റ്റം മിന്നലും അണ്ടറേജ്. ഇവര് ഇതില്ല. ജെ ഇതെന്ത്? ഓ അതാണോ ജെ? മേ ബി അങ്ങനെ പേരിട്ടോണ്ടായിരിക്കും നമുക്ക് മനസ്സിലാകാതെ. ഇസ്മായിൽ, റെക്സ്, അലൻ ഫ്രോസ്റ്റ്. ഇതാരാ? ചാർലി മാത്തൻ. നോക്കാം. ഫോർ ദ വിൻ 911 റേഡിയോ. കൊള്ളാം. പോലീസിന്റെ റേഡിയോ ആണല്ലോ അത്, നമ്പറാണല്ലോ അത്. ഇഗ്നൈറ്റർ അക്കർമാൻ. പറഞ്ഞാൽ ഇവർക്ക് അക്കർമാൻ എന്ന് പറഞ്ഞ അക്കർമാൻ എന്ന് പറഞ്ഞ ഇതായിരുന്നല്ലോ, മറന്നുപോയി. ടാങ്ക്സ് ഫ്ലാങ്ക്, AGR രാവണനോ? ഇവൻ AGRലുള്ളതാണോ? റിമൂവ് ആക്കിയിട്ടുണ്ടല്ലേ. നാമി, അലീന, ഗില്ലി ബാബു, ലോഡർ, നില്ലി കണ്ണൻ, ജോഷ് മിക്കൽ, അപ്പുസേട്ടൻ, എത്ര സോവനോ? ഇതേതോവൻ? ദില്ലി ബുജർ, മസാക്ക അക്കർമാൻ, ഗൗതം, ടോജി, യോഗി ബാബു, ശിവസന്തോഷ്, ഫ്രെഡി റോത്ത, ഡൂപ്പ്, കൊടാരി, റേജസ്വൽ, പീറ്റർ പാർക്ക്, തലൈവർ തിമിംഗലോ? ഇവര് മലയാളിയാണോ അതോ തമിഴാണോ? തമിഴാന്ന് തോന്നുന്നു കണ്ടിട്ട്. ആണല്ലേ? സർവീസ്.
AGR. ഓക്കെ, അപ്പം ഇത്രയും ഗ്യാങ്ങുകളാണ് ഇവിടെ ആപ്ലിക്കേഷൻ വന്നിരിക്കുന്നത്. 1 2 3 4 5 6 7 8 ഗ്യാങ് ആപ്ലിക്കേഷനാണ് വന്നിട്ടുള്ളത്. സെർവർ അപ്പായടാ അവസ്ഥ നോക്കിയിട്ട് വരാം. ഞാൻ ഹേ ബ്രോസ്, കേൾക്കുന്നുണ്ടോ? സെർവർ അപ്പായോ സെർവർ? അതെന്താ അപ്പാവത്തെ? റീസ്റ്റാർട്ട് ചെയ്തില്ലേ സെർവർ? അല്ല ഡൈനു, എന്താ ഡിലേ? എന്താ ഡൈനു? അപ്പോൾ അസറ്റ് ആഡ് ചെയ്തുകൊണ്ടിരിക്കുക, അപ്പോൾ സമയം എടുക്കും സ്റ്റാർട്ട് ആവാൻ. അപ്പോൾ റീസ്റ്റാർട്ട് ചെയ്തോ